This lecture is about properties of DFT. So first property, periodicity. Periodicity, if a sequence x of n is periodic with periodicity of n samples, അതായത് നമ്മളുടെ input sequence, discrete time sequence, x of n periodic ആണെങ്കിൽ with periodicity of n samples. n samples കഴിയുമ്പോൾ same signal repeat ചെയ്തു വരിക. So periodic ആണ് with period എത്രയാണ് n samples. എങ്കിൽ ഈ എക്സ് ഓഫ് എന്നിന്റെ ഡി എഫ് ടി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ് ഓഫ് കെ, ആ എക്സ് ഓഫ് കെയും എന്ത് തന്നെ ആയിരിക്കും? പീരിയോഡിക് ആയിരിക്കും. അതിന്റെ പീരീഡ് എന്ത് തന്നെ ആയിരിക്കും? എൻ സാമ്പിൾസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് സീക്വൻസ് എക്സ് ഓഫ് എൻ പീരിയോഡിക് ആണ് വിത്ത് പീരീഡ് എൻ സാമ്പിൾസ്. എങ്കിൽ അതിന്റെ ഡി എഫ് ടി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ് ഓഫ് കെയും എന്തായിരിക്കും? പീരിയോഡിക് ആയിരിക്കും. അതിന്റെയും പീരീഡ് എന്ത് തന്നെയാണ്? എൻ സാമ്പിൾസ്. So if x of n and x of k are n-point DFT pair, then x of n plus n is equal to x of n. അതുകൊണ്ടാണ് അതിന് എന്തെന്ന് പറയുന്നത്? പീരിയോഡിക് എന്ന് പറയുന്നത്. n സാമ്പിൾസ് കഴിയുമ്പോൾ സെയിം സിഗ്നൽ തന്നെ സെയിം സിഗ്നൽ തന്നെ വരുന്നു. x of n plus n എന്ത് തന്നെയാണ്? x of n. So then നമുക്ക് എന്ത് പറയാം? പീരിയോഡിസിറ്റി പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് എന്ത് പറയാം? x of k plus n എന്ത് തന്നെ ആയിരിക്കും? x of k ആയിരിക്കും. അതിന്റെ പ്രൂഫ് x of k plus n എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ x of k plus n എന്താണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇറ്റ് ഈസ് ഈക്വൽ ടു x of k എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രൂവ് ചെയ്യണം. n എന്ന് പറയുന്നത് പീരീഡ് ആണ്. സോ x of k plus n is equal to, ഇക്വേഷൻ എങ്ങനെ എഴുതാം? DFT യുടെ ഇക്വേഷൻ എന്താ? n is equal to 0 to n minus 1 x of n e raised to minus j 2 pi n k by n. x of k ആണെങ്കിൽ k by n എന്ന് എഴുതിയാണ്. ഇവിടെ എന്താണ്? x of k plus n ആയതുകൊണ്ട് k ക്ക് വരെ എന്ത് എഴുതി ഇവിടെ? k plus n by n. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? സിഗ്മ n is equal to 0 to n minus 1 x of n. ഇവിടെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സോ അപ്പോൾ എന്ത് കിട്ടും? e raised to minus j 2 pi n k by n ഒരു ടേം. അടുത്ത ടേം എന്താണ്? e raised to minus j 2 pi n n by n. n by n ക്യാൻസൽ ആയി പോയി. സോ ബാലൻസ് എന്താ ഉള്ളത്? e raised to minus j 2 pi n. നമുക്കറിയാം e raised to minus j 2 pi n എന്ന് പറയുന്നത് എന്താണ്? cos 2 pi n minus j sin 2 pi n. So e raised to minus j 2 pi n അല്ലെങ്കിൽ e raised to minus j 2 pi into an integer. So e raised to minus j 2 pi n എന്ന് പറയുന്ന വാല്യൂ എപ്പോഴും എന്താണ്? 1 തന്നെയാണ്. സോ ഈ ടേം എന്തായിപ്പോയി? 1 ആയിപ്പോയി. സോ ബാലൻസ് എന്താ ഉള്ളത്? സിഗ്മ n is equal to 0 to n minus 1 x of n e raised to minus j 2 pi n k by n. ഇത് എന്തിന്റെ ഇക്വേഷൻ തന്നെയാണ്? x of k യുടെ ഇക്വേഷൻ തന്നെയാണ്. സോ നമുക്ക് എന്ത് കിട്ടി? It is equal to x of k. Next property, linearity property. If DFT of x1 of n is equal to x1 of k and DFT of x2 of n is equal to x2 of k, then for any real valued or complex valued constants a1 and a2, DFT of a1 x1 of n plus a2 x2 of n is equal to a1 x1 of k plus a2 x2 of k. സോ പ്രോപ്പർട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇതിനകത്ത് എന്താ പറയുന്നത്? x1 of n എന്ന് പറഞ്ഞിട്ട് ഒരു സീക്വൻസ് ഉണ്ട്. അതിന്റെ DFT എന്താണ്? x1 of k. x2 of n എന്ന് പറഞ്ഞിട്ട് ഒരു അനദർ സീക്വൻസ് ഉണ്ട്. അതിന്റെ DFT x2 of k. എങ്കിൽ a1 x1 of n plus a2 x2 of n, ഇവിടെ a1 a2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ്സ് ആണ്. a1 x1 of n plus a2 x2 of n ന്റെ DFT എടുത്താൽ എന്ത് കിട്ടണം? a1 x1 of k plus a2 x2 of k. സോ ഈ പ്രോപ്പർട്ടി, ലീനിയറിറ്റി പ്രോപ്പർട്ടി ആര് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? DFT സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പ്രൂഫ് നോക്കാം നമുക്ക്. x of k, DFT ഇക്വേഷൻ എഴുതി. x of k is equal to sigma n is equal to 0 to n minus 1 x of n e raised to minus j 2 pi n k by n. Here x of n നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഇവിടെ എന്താണ്? a1 x1 of n plus a2 x2 of n. a1 x1 of n plus a2 x2 of n ആണ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? x of k is equal to sigma n is equal to 0 to n minus 1 x of n. ഇൻപുട്ടിന് വരെ എന്ത് കൊടുത്തു? a1 x1 of n plus a2 x2 of n. പിന്നെ ബാക്കിയുള്ളത് e raised to minus j 2 pi n k by n. ഇനി നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സോ സിഗ്മ n is equal to 0 to n minus 1 a1 x1 of n e raised to minus j 2 pi n k by n plus sigma n is equal to 0 to n minus 1 a2 x2 of n e raised to minus j 2 pi n k by n. സോ a1 കോൺസ്റ്റന്റ് ആണ്, ഇവിടെ വേരിയബിൾ n ആണ്. സോ n ഉള്ള ടേംസ് അകത്ത് മതി, ബാക്കിയെല്ലാം പുറത്തു പോവാം. സോ a1 കോൺസ്റ്റന്റ് ആണ്. സോ a1 എന്ത് ചെയ്തു? പുറത്തെടുത്തു. Sigma n is equal to 0 to n minus 1 x1 of n e raised to minus j 2 pi n k by n plus ഇവിടെയും അത് തന്നെ a2 കോൺസ്റ്റന്റ് n ഉള്ള വേരിയബിൾ അല്ല. സോ എന്ത് ചെയ്തു? കോൺസ്റ്റന്റ് ആയിട്ടുള്ള a2 നെ പുറത്തെടുത്തു.
sigma n is equal to 0 to n minus 1 x2 of n e raised to minus j 2 pi nk by n. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഇതെന്താണ് DFT യുടെ ഇക്വേഷൻ ആണ്. ഇവിടുത്തെ ഇൻപുട്ട് ഏതാണ് x1 of n. സോ x1 of n ന്റെ DFT യുടെ ഇക്വേഷൻ ആണ് ഇത്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ് x1 of k. x1 of n ന്റെ DFT എന്താണ് x1 of k. സോ a1 x1 of k plus a2 ഇവിടെ എന്താണ് ഇതും DFT യുടെ ഇക്വേഷൻ ആണ്. ഇവിടെ ഇൻപുട്ട് ആരാണ് x2 of n. സോ x2 of n ന്റെ DFT എന്താണ് x2 of k. സോ a2 x2 of k. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി a1 x1 of n plus a2 x2 of n ന്റെ DFT എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി a1 x1 of k plus a2 x2 of k എന്ന് പറഞ്ഞ് കിട്ടി. സോ DFT linearity property എന്ത് ചെയ്യുന്നുണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. And the next is circular shift. ബാക്കി പ്രോപ്പർട്ടീസ് ഒക്കെ പറയുന്നതിന് മുന്നേ ഈ സർക്കുലർ ഷിഫ്റ്റിനെ പറ്റി പറയാം. അതായത് ബാക്കി ഓർഡിനറി ഫ്യൂറിയർ ട്രാൻസ്ഫോംസിലൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഒരു സീക്വൻസിനെ ഡിലേ ചെയ്യിപ്പിക്കുന്ന കാര്യം പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ x of n minus 2 ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 0 to 3 വരെയുള്ള 0 to 3 റേഞ്ചിലുള്ള ഒരു സീക്വൻസ് ആണെങ്കിൽ x of n minus 1 എന്ന് പറയുമ്പോൾ 0 to 3 വരെ ഉണ്ടായിരുന്നുള്ള സീക്വൻസ് എങ്ങനെ മാറും 1 to 4 ആയിട്ട് മാറും. സോ ലീനിയർ ഷിഫ്റ്റ് ആയിരുന്നു അവിടെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ബാക്കി ഓർഡിനറി ഫ്യൂറിയർ ട്രാൻസ്ഫോംസിൽ നമ്മൾ എന്ത് ചെയ്തു ലീനിയർ ഷിഫ്റ്റ് ചെയ്തു. പക്ഷെ ഈ പറയുന്ന ഷിഫ്റ്റിംഗ് ഡിലേയിങ് എവിടെ പോസിബിൾ അല്ല, DFTസിൽ പോസിബിൾ അല്ല. കാര്യം ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമ്മളുടെ റേഞ്ച് എന്താണ് റേഞ്ച് ഓഫ് വിഷൻ എന്ന് പറയുന്നത് എവിടം തൊട്ട് എവിടം വരാണ് 0 to n minus 1 വരാണ്. n പോയിന്റ് DFT ആണെങ്കിൽ 0 to n minus 1, 8 പോയിന്റ് DFT ആണെങ്കിൽ 0 to 7 വരെ, 16 പോയിന്റ് DFT ആണെങ്കിൽ 0 to 15 വരെ. സോ ആ റേഞ്ച് ഓഫ് വിഷൻ എന്താണ് ഫിക്സഡ് ആണ് എവിടെ DFT യുടെ കേസിൽ. അപ്പൊ ഇതിനെ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ 0 to n minus 1 എന്നുള്ളതിനെ ഒരു 1 സാമ്പിൾ ഷിഫ്റ്റ് ചെയ്താൽ 1 to n പോയി നിൽക്കും. സോ അതായത് നമ്മളുടെ വിഷൻ റേഞ്ച് ഓഫ് വിഷൻ n minus 1 പുറത്തോട്ട് പോകും നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ അത് എന്തിലും പോസിബിൾ അല്ല, DFTയിൽ നമുക്കത് പോസിബിൾ അല്ല. എപ്പോഴും നമ്മളുടെ റേഞ്ച് എന്തിനുള്ളിൽ തന്നെ നിൽക്കണം. ഷിഫ്റ്റ് ചെയ്താലും റേഞ്ച് എന്തിനുള്ളിൽ തന്നെ നിൽക്കണം 0 to n minus 1 തന്നെ നിൽക്കണം. അപ്പൊ അതിനെന്താ ഒരു പോസിബിലിറ്റി ഉള്ളത് സർക്കുലർലി ഷിഫ്റ്റ് ചെയ്യുക. എന്ത് ചെയ്താൽ മതി സർക്കുലർലി ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതാണ്ട് ഇവിടെ ഒരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ഒരു ചെറിയ സീക്വൻസ് എടുത്തിട്ടുണ്ട് 0 to 3 വരെയുള്ള 4 സാമ്പിൾസ് മാത്രമുള്ള ഒരു സീക്വൻസ് എടുത്തിട്ടുണ്ട് x0 x1 x2 x3. ലീനിയർ ഷിഫ്റ്റ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ് ഇതിനൊരു 1 സാമ്പിൾ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇവിടുന്ന് x0 ഇവിടെ വരും, ഇവിടെ x1 വരും, ഇവിടെ x2 വരും. ഇനി 4ലായിരിക്കും ആര് വരാൻ പോകുന്നത് x3 വരാൻ പോകുന്നത്. പക്ഷെ എന്തിൽ ഇത് പോസിബിൾ അല്ല എന്ന് പറഞ്ഞു DFTയിൽ അത് പോസിബിൾ അല്ല. എപ്പോഴും റേഞ്ച് ഇപ്പൊ ഇവിടെ ഇതിന്റെ കേസിലാണെങ്കിൽ 0 to 3 തന്നെ നിൽക്കണം. അപ്പൊ ഇതിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി സർക്കുലർലി ഷിഫ്റ്റ് ചെയ്താൽ മതി. അതായത് 0യിലുള്ളത് ഇനി x0 ഇപ്പുറത്തോട്ട് വരും, ഇവിടെ x0 വരും, ഇവിടെ x1 വരും, ഇവിടെ x2 വരും. ഇവിടെ ഉണ്ടായിരുന്ന x3 എങ്ങോട്ട് പോകും സർക്കുലർലി ഷിഫ്റ്റ് ചെയ്ത് ഇവിടെയുള്ള വേക്കൻറ്റ് സ്പേസ് 0യിലുള്ള വേക്കൻറ്റ് സ്പേസിലോട്ട് എന്ത് വരും x3 വരും. സോ ഇതിനാണ് എന്തെന്ന് പറയുന്നത് സർക്കുലർ ഷിഫ്റ്റ്. സോ ഇവിടെ DFTയിൽ ഓർത്ത് വെക്കുക ഇവിടെ ലീനിയർ ഷിഫ്റ്റ് ഇല്ല, ഇവിടെ എന്താ ഉള്ളത് സർക്കുലർ ഷിഫ്റ്റ് ആണുള്ളത്. എപ്പോഴും ഇതിന്റെ റേഞ്ച് ഓഫ് വിഷൻ എന്ന് പറയുന്നത് എവിടെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് 0 to n minus 1 വരെ എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ലീനിയർ ഷിഫ്റ്റിലല്ല ഇത് ചെയ്യുന്നത്. എന്തിലാ ചെയ്യുന്നത് സർക്കുലർ ഷിഫ്റ്റിലാണ് ചെയ്യുന്നത്. അവിടെ നോക്കിയാൽ കാണാം നമ്മൾ x0 x1 യൂഷ്വലി സർക്കിൾ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു, ഈക്വലി സ്പേസ്ഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഇവിടെ 4 വാല്യൂസേ ഉള്ളൂ. സോ x0 x1 x2 x3 ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് മാർക്ക് ചെയ്തിരിക്കുന്നത് x0 x1 x2 x3. ഇനി ഞാൻ എന്ത് ചെയ്യണം ഒരു സാമ്പിൾ ഷിഫ്റ്റ് ചെയ്യാണ്. ഒരു സാമ്പിൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ x of n minus 1 എന്ന് പറയുമ്പോൾ ഇവിടെ ഇരുന്ന് x0 ഇനി എങ്ങോട്ട് പോകുന്നു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇരുന്ന് x0 എങ്ങോട്ട് പോകുന്നു തൊട്ടടുത്തോട്ട് പോകുന്നു. ഇവിടെ x0 അപ്പൊ എങ്ങനെ വരും ഇവിടെ x0 x1 x2 ഇവിടെ ലാസ്റ്റ് ഉണ്ടായിരുന്ന x3 എങ്ങോട്ട് വരും 0 ഇതിലോട്ട് വരും x3. അത് എന്ത് ചെയ്തു ഇതിനെ സർക്കുലർലി ഷിഫ്റ്റ് ചെയ്തു. ഒരു സാമ്പിൾ സർക്കുലർലി ഷിഫ്റ്റ് ചെയ്തു. സോ ഈ സർക്കുലർലി ഷിഫ്റ്റ് ചെയ്യുന്നതിന് സാധാരണ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് x of n minus k മോഡുലോ n എന്ന് എഴുതാം, അല്ലെങ്കിൽ ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം x of n minus k മോഡുലോ n. k എന്ന് പറയുന്നത് എത്ര സാമ്പിൾസ് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇവിടെ 1 സാമ്പിൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് k യുടെ വാല്യൂ 1. n എന്ന് പറയുന്നത് n പോയിന്റ് DFT. ഇനി അല്ലെങ്കിൽ വേറെ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം x of n minus k plus n.
n minus k plus n എന്ന രീതിയിലും ഈ രീതിയിൽ ഈ മൂന്ന് രീതിയിൽ നമുക്ക് സർക്കുലർ ഷിഫ്റ്റിനെ എന്ത് ചെയ്യാം റെപ്രസെന്റ് ചെയ്യാം x of n minus k മോഡുലോ n അല്ലെങ്കിൽ x of n minus k ഈ രീതിയിൽ മോഡുലോ n എന്ന് റെപ്രസെന്റ് ചെയ്യാം അല്ലെങ്കിൽ എന്ത് എഴുതാം x of n minus k plus n ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം അപ്പോൾ ഇത് ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ x of n minus 1 ഇതിനിപ്പോൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെ x of n minus 1 1 സാമ്പിൾ ഷിഫ്റ്റ് ചെയ്തു 4 പോയിന്റ്സ് അല്ലേ ഉള്ളൂ സോ 4 പോയിന്റ് DFT n is equal to 4 ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നോക്കിക്കേ 4 minus k plus n അല്ലേ 4 minus k യുടെ വാല്യൂ ഇവിടെ എത്രയാണ് 1 സാമ്പിൾ ഷിഫ്റ്റ് ചെയ്യുന്നു 1 സാമ്പിൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 4 minus 1 എത്രയാണ് 3 അപ്പോൾ എന്ത് കിട്ടി x of n plus 3 n ന്റെ വാല്യൂ 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും x of 3 കിട്ടും that means n ന്റെ വാല്യൂ 0 ൽ ആര് വന്നിരിക്കുന്നു x3 വന്നിരിക്കുന്നു n ന്റെ വാല്യൂ 0 ൽ ഇനി ആര് വരുന്നു ഒരു സാമ്പിൾ ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ n ന്റെ വാല്യൂ 0 ൽ ആര് വരും x3 വരും ഇതാണ്ട് 4 minus 1 ആണ് എന്തായിട്ട് വരുന്നത് 3 and x of n plus 3 n ന്റെ വാല്യൂ 0 ആകുമ്പോൾ എന്ത് വരും n ന്റെ വാല്യൂ 0 ൽ 0 plus 3 x3 വരും ഇനി അടുത്ത നെക്സ്റ്റ് എന്ത് ചെയ്യാണ് ഇവിടെ രണ്ട് സാമ്പിൾ ഷിഫ്റ്റ് ചെയ്തു ഇവിടെ ഒരു സാമ്പിൾ ഷിഫ്റ്റ് ചെയ്തുള്ളൂ ഇവിടെ എന്ത് ചെയ്യുന്നു രണ്ട് സാമ്പിൾ ഷിഫ്റ്റ് ചെയ്യുന്നു അതായത് x0 ഇവിടെ ഇരുന്ന് x0 രണ്ട് സാമ്പിൾ ഷിഫ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ് 1 2 ദാണ്ട് ഇവിടെ വന്നിരിക്കും രണ്ട് സാമ്പിൾ ഷിഫ്റ്റ് ചെയ്തു മൂന്ന് സാമ്പിൾ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ എവിടെ വന്നിരിക്കും 1 2 3 ഇവിടെ x0 വന്നിരിക്കും സോ രണ്ട് സാമ്പിൾ ഷിഫ്റ്റ് ചെയ്തു സോ ഇവിടെ നിന്ന് x0 ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഷിഫ്റ്റ് ചെയ്തു ഇവിടെ വന്നിരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് വാല്യൂ ഇതുപോലെ കിട്ടും അപ്പോൾ x of n minus 2 മോഡുലോ 4 ഇവിടെ നോക്കിയാലും 4 minus 2 എന്ത് വരും 2 വരും സോ x of n plus 2 ഇവിടെ n is equal to 0 വരുമ്പോഴത്തേക്ക് ആര് വന്നിരിക്കുന്നു x2 വരുന്നു സോ n is equal to 0 ൽ ആര് വന്നിരിക്കുന്നു x2 വരുന്നു സോ ഓർത്ത് വയ്ക്കുക DFT യിൽ എന്താ ഉള്ളത് സർക്കുലർ ഷിഫ്റ്റ് ആണ് എന്തിലുള്ളത് DFT യിൽ ഉള്ളത് ഇതും ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതേ ഉള്ളൂ ഇൻപുട്ട് സീക്വൻസ് x of n നമ്മൾ എങ്ങനെയാ പ്ലോട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് സാധാരണ എങ്ങനെ പ്ലോട്ട് ചെയ്യുക പ്ലോട്ട് ദ സാമ്പിൾസ് ഓഫ് x of n in anti clockwise direction anti clockwise means positive direction നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ x of 0 ദാണ്ട് x of 1 x of 2 x of 3 അങ്ങനെ നമ്മൾ തന്നിരിക്കുന്ന ഇൻപുട്ട് സീക്വൻസിനെ ഏത് ഡയറക്ഷനിലാണ് പ്ലോട്ട് ചെയ്യുക പോസിറ്റീവ് ആണെങ്കിൽ ഏത് ഡയറക്ഷനിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പ്ലോട്ട് ചെയ്യണം x of 0 x of 1 x of 2 x of 3 ഇനി സർക്കുലർ ഡിലേ എന്ന് പറയുന്നതാണ് എന്ത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക x of n minus k എന്ന് പറഞ്ഞാൽ എത്ര k സാമ്പിൾസ് ആണ് നമ്മൾ എന്ത് ചെയ്യിക്കുക ഡിലേ ചെയ്യിക്കുക n minus 1 ആണെങ്കിൽ 1 സാമ്പിൾ ഡിലേ ചെയ്യിക്കുന്നു n minus 2 ആണെങ്കിൽ 2 സാമ്പിൾസ് ഡിലേ ചെയ്യിക്കുന്നു ഡിലേ ചെയ്യിപ്പിച്ച നമ്മൾ എങ്ങനെയായിരുന്നു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്തത് ഡിലേ ചെയ്തത് x of n minus 1 എന്ന് പറയുമ്പോൾ 1 സാമ്പിൾ ഡിലേ ചെയ്യിക്കുക അപ്പോൾ x of 0 ഇനി എങ്ങോട്ട് വരും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അപ്പോൾ ഇവിടെ ആര് വന്നിരിക്കും ഇവിടെ x of 0 വന്നിരിക്കും ഇതാണ് സർക്കുലർ ഡിലേ സർക്കുലർ അഡ്വാൻസ് എന്ന് പറയുമ്പോൾ x of n plus k എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യും ഇവിടെ പക്ഷേ n plus k അഡ്വാൻസിനെ നമ്മൾ x of n നെ എങ്ങനെ ഡിലേ ചെയ്യിപ്പിക്കും എങ്ങനെ ഷിഫ്റ്റ് ചെയ്യണം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഷിഫ്റ്റ് ചെയ്യണം അതായത് ഇവിടെ x of 0 ആണ് x of n minus 1 ആയപ്പോൾ ഡിലേ ആയപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അതായത് ഇവിടെ നിന്ന് x of 0 ഇങ്ങോട്ട് വരും പക്ഷെ x of n plus 1 ആണെങ്കിൽ n plus 1 എന്ന് വെച്ചാൽ അഡ്വാൻസ് ചെയ്യിക്കുകയാണെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അതായത് x of 0 എങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും സോ ഡിലേ ആണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അഡ്വാൻസ് ആണെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഷിഫ്റ്റ് ചെയ്യണം ഇനി സർക്കുലർ ഫോൾഡിംഗ് x of n ആണ് നമ്മൾ എങ്ങനെ എഴുതുന്നതെന്ന് പറഞ്ഞത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എഴുതുന്നതെന്ന് പറഞ്ഞത് അതായത് x of 0 x of 1 x of 2 x of 3 ഇനി സർക്കുലർ ഫോൾഡിംഗ് അല്ലെങ്കിൽ x of minus n ആണെങ്കിൽ ഏത് ഡയറക്ഷനിൽ എഴുതണം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വേണം പ്ലോട്ട് ചെയ്യാൻ അതായത് ഇവിടെ x of 0 x of 1 x of 2 x of 3 എന്ന് പറഞ്ഞ് വരും ഓർത്ത് വയ്ക്കുക x of n ആണെങ്കിൽ ഏത് ഡയറക്ഷനിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പ്ലോട്ട് ചെയ്യാം x of minus n ആണെങ്കിൽ ഏത് ഡയറക്ഷനിൽ പ്ലോട്ട് ചെയ്യാം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പ്ലോട്ട് ചെയ്യാം അടുത്ത സർക്കുലർലി ഈവൻ സർക്കുലർലി ഓഡ് അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി സർക്കുലർലി ഈവൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ x of n ഉം x of minus n ഉം എഴുതുമെന്ന് പറഞ്ഞു അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് വാല്യൂസ് നോക്കുമ്പോൾ ഈക്വൽ ആണെങ്കിൽ അതിനെ എന്തെന്ന് പറയാം സർക്കുലർലി ഈവൻ എന്ന് പറയാം സർക്കുലർലി ഓഡ് എന്ന് പറയുമ്പോൾ ഈ x of n ഉം x of minus n ഉം എടുക്കുമ്പോൾ രണ്ടും തമ്മിൽ നെഗറ്റീവിന്റെ ഡിഫറൻസ് ഉള്ളുവെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം സർക്കുലർലി ഓഡ് എന്ന് പറയാം അടുത്ത DFTയുടെ സിമട്രി പ്രോപ്പർട്ടീസ് ആണ് അതിൽ x of n റിയൽ വാല്യൂഡ് ആകുമ്പോൾ ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് എപ്പോഴും പ്രോബ്ലം ചോദിക്കാറുണ്ട് സോ ഇഫ് x of n is റിയൽ വാല്യൂഡ് നമ്മളുടെ ഇൻപുട്ട് സീക്വൻസ് x of n is റിയൽ വാല്യൂഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം x of n minus k
അല്ലെങ്കിൽ x of n minus k എന്ന് പറയുന്നത് എന്താണ്? x of minus k modulo n തന്നെയാണ് എന്തെന്ന് പറയുന്നത്? x of n minus k എന്ന് പറയുന്നത് അല്ലേ? x of n minus k അതിനെയാണ് എന്തെന്ന് പറയുന്നത്? x of minus k modulo n നെ തന്നെയാണ് x of n minus k എന്ന് പറയുന്നത്. It is equal to x conjugate of k. x of n minus k is equal to x conjugate of k. അതായത് x of k എടുത്ത് അതിന്റെ കോൺജുഗേറ്റ് എടുക്കുന്നത് എന്തിന് ഇക്വലന്റ് ആണ്? x of k നെ ഫോൾഡ് ചെയ്യുന്നത്. x of k നെ ഫോൾഡ് ചെയ്യുന്നതാണ് എന്ത്? x of minus k. x of k നെ ഫോൾഡ് ചെയ്യുന്നത് x of minus k. അത് എന്തിന് ഇക്വലന്റ് ആണ്? x of k യുടെ കോൺജുഗേറ്റിന് ഇക്വലന്റ് ആണ്. ഇതിനുള്ള കണ്ടീഷൻ എന്താണ്? x of n എന്താവണം? റിയൽ വാല്യൂഡ് ആവണം. പ്രൂഫ് നോക്കാം. x of k യുടെ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. x of k is equal to n is equal to 0 to n minus 1 x of n. ട്വിഡിൽ ഫാക്ടറിന്റെ ടേമിൽ എഴുതുമ്പോൾ ഇക്വേഷൻ എങ്ങനെയാണ്? wn raised to nk. ഇവിടെ x of n minus k അല്ലേ? x of n minus k ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യണം. സോ x of n റീപ്ലേസിങ് k by n minus k. k ഉള്ളിടത്ത് എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു? n minus k കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? x of n minus k is equal to sigma n is equal to 0 to n minus 1 x of n wn raised to n. ഇവിടെ k ഉള്ളിടത്ത് എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാണ്? n minus k കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ n is equal to 0 to n minus 1 x of n. അതുപോലെ ദാണ്ട് ഈ രണ്ട് ടേംസിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ wn raised to nn ദാണ്ട് ഈ ടേം, ഇനി wn raised to n minus k, അതായത് wn raised to minus nk. ഇവിടെയുള്ള ഈ ടേം wn raised to nn, wn raised to nn എന്ന് പറയുമ്പോൾ wn എന്താണ്? ട്വിഡിൽ ഫാക്ടർ. അതിന്റെ വാല്യൂ എന്താണ്? e raised to minus j 2pi by n raised to nn. n n ക്യാപിറ്റൽ n രണ്ടും ക്യാൻസൽ ആയി എന്ത് കിട്ടും? e raised to minus j 2pi n. നേരത്തെ പറഞ്ഞു e raised to minus j 2pi into an integer n. e raised to minus j 2pi n എപ്പോഴും എന്താണ്? 1 തന്നെയാണ്. സോ ഈ വാല്യൂ എന്തായി പോയി? 1 ആയി പോയി. സോ ഈ വാല്യൂ 1 ആയി. ബാക്കി എന്താ ഉള്ളത്? x of n wn raised to minus nk. ഇനി ഇവിടെ നമുക്ക് നോക്കാം. ഇതാണ് നമ്മളുടെ x of k ആണല്ലോ. x of k ഇതാണെങ്കിൽ x conjugate of k എന്താണ്? x conjugate of k എന്താണ്? കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ പ്ലസ് ജെ മൈനസ് ജെ ആവുന്നു, മൈനസ് ജെ പ്ലസ് ജെ ആവുന്നു. അപ്പൊ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ wn raised to nk യിൽ എന്താ ഉള്ളത്? e raised to minus j 2pi nk by n ആണുള്ളത്. അപ്പൊ അത് പ്ലസ് ജെ ആവുന്നു. അപ്പൊ ഇതിന്റെ കോൺജുഗേറ്റ് ആവുന്നു. സോ x of k യുടെ കോൺജുഗേറ്റ് x conjugate of k is equal to sigma n is equal to 0 to n minus 1 x of n. j ഉള്ള ടേം ഇതാണ്. സോ wn raised to nk എന്തായിട്ട് മാറും? wn raised to minus nk ആയിട്ട് മാറും. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇത് എന്താണ്? ഇതാണ് ഈ പറഞ്ഞ ഇക്വേഷൻ. സോ ഇതിന് പകരം നമുക്ക് ആരെ കൊണ്ട് റീപ്ലേസ് ചെയ്യാം? x conjugate of k കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? x of n minus k is equal to x conjugate of k എന്ന് പറഞ്ഞ് കിട്ടി. ഇനി ഇത് വെച്ചിട്ട് എപ്പോഴും ചോദിക്കുന്ന പ്രോബ്ലം ആണ് ഈ റിമൈനിങ് സാമ്പിൾസിനെ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുന്ന പ്രോബ്ലം. ഇവിടെ നോക്കിക്കേ, ലെറ്റ് x of k 0 less than or equal to k less than or equal to 11 be a 12-point DFT. 0 to 11 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് എന്താണ്? 12-point DFT ആണ്. Of a length 12 real sequence x of n പറഞ്ഞിട്ടുണ്ട്. x of n എന്താന്ന് പറഞ്ഞു? റിയൽ സീക്വൻസ് ആണെന്ന് പറഞ്ഞു. With first 7 samples of x of k given by. മൊത്തം x of k യിൽ 12 സാമ്പിൾസ് ഉണ്ട്. പക്ഷെ അതിന്റെ എത്ര സാമ്പിൾസേ തന്നിട്ടുള്ളൂ? നമുക്കിപ്പോൾ 7 സാമ്പിൾസേ തന്നിട്ടുള്ളൂ. അതായത് 0 to 6 വരെ 7 സാമ്പിൾസേ തന്നിട്ടുള്ളൂ. അതാണ്ട് ഇത് x of 0, x of 1, x of 2, x of 3, x of 4, x of 5, x of 6 അങ്ങനെ 7 സാമ്പിൾസ് x of 0 to x of 6 വരെയുള്ള 7 സാമ്പിൾസ് തന്നിട്ടുണ്ട്. ബാക്കി 5 സാമ്പിൾസ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ബാക്കി 5 സാമ്പിൾസ് കണ്ടുപിടിക്കണം. അതാണ് ക്വസ്റ്റ്യൻ. ഡിറ്റർമിൻ ദ റിമൈനിങ് സാമ്പിൾസ് ഓഫ് x of k. ഇനി ഒരു പാർട്ട് കൂടെ ഉണ്ട്, അത് പിന്നെ നോക്കാം. സോ ഫസ്റ്റ് പാർട്ട് എന്താണ്? സിൻസ് x of n റിയൽ വാല്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സിമെട്രി പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. സിൻസ് x of n is a real valued sequence നമുക്ക് എന്ത് എഴുതാം? പഠിച്ചത് x conjugate of k is equal to x of n minus k. അല്ലെങ്കിൽ എന്ത് പറയാം? രണ്ട് സൈഡിലും കോൺജുഗേറ്റ് എടുക്കുകയാണെങ്കിൽ x of k is equal to x conjugate of n minus k എന്ന് എഴുതാം. Here n is equal to എന്താണ്? 12. ഇനി x of k യുടെ എല്ലാ വാല്യൂസും വേണ്ടല്ലോ. നമുക്ക് ഓൾറെഡി എവിടെ തൊട്ട് എവിടെ വരെ ഉണ്ട്? x of 0 തൊട്ട് x of 6 വരെ ഉണ്ട്. അപ്പൊ എവിടെ തൊട്ട് കണ്ടുപിടിച്ചാൽ മതി? x of 7 തൊട്ട് കണ്ടുപിടിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ എന്ത് എഴുതുന്നു? x of 7. സോ x of 7 തൊട്ട് കണ്ടുപിടിക്കണം. x of 7 is equal to x conjugate of n ന്റെ വാല്യൂ എന്താണ്? 12 minus 7. അപ്പൊ x conjugate of എന്ത് കിട്ടി? 5. അതായത് x of 5 ന്റെ കോൺജുഗേറ്റ്. ഇവിടുത്തെ x of 5 ഏതാ? ഇത് x of 0, 1, 2, 3, 4, 5. ഇതാണ് നമ്മളുടെ x of 5. x of 5 എത്രയാണ്? 2 plus j. അതിന്റെ കോൺജുഗേറ്റ് ആകുമ്പോൾ 2 minus j. അപ്പൊ x of 7 കിട്ടി. x of 8 എങ്ങനെയാണ്? ഇത് ഈക്വേഷൻ തന്നെ. x of 8 എന്ന് പറയുന്നത് k ക്ക് 8 കൊടുക്കുക. x of 8 is equal to x conjugate of 12 minus 8. 12 minus 8 x conjugate of 4.
x of 4 എന്ന് പറയുന്നത് ഏതാണ്? -3 plus j2. അപ്പൊ അതിന്റെ എന്ത് വരും? കോൺജുഗേറ്റ് -3 -2j. j വരുന്നിടത്തെല്ലാം എന്ത് ചെയ്യുക? സൈൻ ചേഞ്ച് ചെയ്യുക. -3 -2j. റിയൽ പാർട്ടിൽ ഒന്നും ചെയ്ത് കളയില്ല, j ടേം മാത്രം. അടുത്ത x of 9 is equal to x conjugate of ഇതുപോലെ 12 minus 9 x conjugate of 3 6 plus j3 എന്താവും? 6 minus j3. x of 10 ആവുമ്പോൾ x conjugate of 12 minus 10 x conjugate of 2 1 minus j12 1 plus j12 ആയി. അടുത്ത x of 11 എന്താണ്? x conjugate of 12 minus 11 x conjugate of 1 x of 1 8 minus j2 ഇപ്പൊ എന്തായി? 8 plus j2. x of 11 വരെ കണ്ടുപിടിച്ചാൽ മതിയല്ലോ, കാര്യം 12 പോയിന്റ് ആണ്. അപ്പൊ x of 0 തൊട്ട് x of 11 വരെ കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെ ബാക്കി 5 സാമ്പിൾസ് നമ്മൾ എന്ത് ചെയ്തു? ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി അടുത്ത പാർട്ട് എന്ത് കണ്ടുപിടിക്കാനാണ്? സിഗ്മ n is equal to 0 to 11 x of n without computing IDFT of x of k. അതായത് x of k ന്ന് x of n ന് IDFT ഇക്വേഷൻ ഒക്കെ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിച്ച് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അങ്ങനൊന്നും വേണ്ട. എന്ത് ചെയ്താൽ മതി? അല്ലാതെ കണ്ടുപിടിക്കാനാ പറയുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ നോക്കണം, സിഗ്മ n is equal to 0 to 11 x of n. നമ്മുടെ കയ്യിൽ രണ്ട് ഇക്വേഷൻസ് ആണ് ഉള്ളത്. DFTയുടെ ഒരു ഇക്വേഷൻ ഉണ്ട്, IDFTയുടെ ഇക്വേഷൻ ഉണ്ട്. DFTയുടെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ x of k is equal to sigma n is equal to 0 to n minus 1 x of n എന്ന് പറഞ്ഞു വരും. അപ്പൊ അതുമായിട്ട് സിമിലർ ആയിട്ടുള്ളതാണ് ഇവിടെ കിടക്കുന്നത്. sigma n is equal to 0 to 11 x of n. So ഇത് DFTയുടെ ഇക്വേഷനുമായിട്ട് സിമിലർ ആണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതുന്നു? DFTയുടെ ഇക്വേഷൻ എഴുതുന്നു. x of k is equal to sigma n is equal to 0 to n minus 1 x of n e raised to minus j 2 pi nk by n. അപ്പൊ ഇവിടെ 0 to 11 വരണമെങ്കിൽ n ന്റെ വാല്യൂ എന്താവണം? 12 ആവണം. സോ n is equal to 12. അപ്പൊ എന്ത് കിട്ടി? x of k sigma n is equal to 0 to 11 x of n e raised to minus j 2 pi nk by n നോട് 12 ഇട്ട് കൊടുത്തു. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് മതി? sigma n is equal to 0 to 11 x of n. ദാണ്ട് ഇത്രയും റീജിയൻ മാത്രം മതി. അപ്പൊ ഇതിനെ എന്താക്കണം? ഇതിനെ നമുക്ക് 1 ആക്കണം. ഇതിനെ 1 ആക്കണമെങ്കിൽ എന്ത് മതി? e raised to 0 എന്ന് വന്നാൽ എന്താവും? ഇത് 1 ആവും. e raised to 0 എന്ന് വരണമെങ്കിലും j 2 pi 12 അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. രണ്ട് വേരിയബിൾസ് ഉള്ളത് n ഉം k ഉം. ഒന്നുകിൽ n 0 ആവണം, അല്ലെങ്കിൽ എന്ത് 0 ആവണം? k 0 ആവണം. n 0 ആയാൽ നടക്കുമോ? n 0 ആയാൽ ഇത് x of n എന്നുള്ളത് എന്തായി പോവും? x of 0 എന്നായി പോവും. നമുക്ക് പക്ഷെ x of n എന്ന് തന്നെ വേണം. അപ്പൊ n ന് 0 ആക്കാൻ ഒക്കത്തില്ല. ആരെ 0 ആക്കണം? k ന് 0 ആക്കണം. അപ്പൊ e raised to 0 എന്ന് പറഞ്ഞിട്ട് ഈ ടേം എന്തായി പോവും? 1 ആയി പോവും. സോ k is equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ k ഉള്ളിടത്തെല്ലാം 0. അപ്പൊ x of k x of 0 is equal to sigma n is equal to 0 to 11 x of n. k 0 ആകുമ്പോൾ e raised to 0 1. അപ്പൊ ഇതിന്റെ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താ കിട്ടിയത്? x of 0. x of 0 എന്താണ് ഇവിടെ? 11. സോ ആൻസർ is 11. ഇതിന് ഇപ്പൊ ഇവരെങ്ങനെയാ ചോദിച്ചത്? സിഗ്മ n is equal to 0 to 11 x of n എന്ന് പറഞ്ഞു വെച്ചിട്ട് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഡിറ്റർമിൻ ക്യാപിറ്റൽ x of 0 എന്ന് പറഞ്ഞും ചോദിക്കാം. ഡിറ്റർമിൻ ക്യാപിറ്റൽ x of 0 എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ x of 0 കണ്ടുപിടിക്കാനാണ്. ദാറ്റ് മീൻസ് എന്തിന്റെ ഇക്വേഷൻ തന്നെ അവിടെ എടുക്കണം? ഇതുപോലെ DFTയുടെ ഇക്വേഷൻ തന്നെ എടുക്കണം. ഈ രീതിയിലും ചോദിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാം, ഇതുപോലെ x of 0 ആയിട്ടും ചോദിക്കാം. And the next question, consider the length the 12 sequence defined for 0 to 0 less than or equal to n less than or equal to 11. x of n is equal to 1 2 3 1 2 3 1 2 3 1 2 3. Evaluate the following functions without computing DFT. And ഇവിടെ നോക്കിക്കോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? x of 0 കണ്ടുപിടിക്കാൻ. x of 0 ക്യാപിറ്റൽ x. അപ്പൊ ഏതിന്റെ ഇക്വേഷൻ വേണം എടുക്കാൻ? DFTയുടെ ഇക്വേഷൻ എടുക്കണം. സോ x of k is equal to sigma n is equal to 0 to n minus 1 x of n e raised to minus j 2 pi nk by n. ഇനി ഇവിടെ നോക്കാം, x of k യുടെ വാല്യൂ എന്താവണം? 0 ആവണം, കാര്യം x of 0 ആണ്. n ന്റെ വാല്യൂ ഓൾറെഡി അവർ തന്നിട്ടുണ്ട്, 12 പോയിന്റ് ആയതുകൊണ്ട് n is equal to 12. So x of 0 is equal to n is equal to 0 to 11 x of n. k യുടെ വാല്യൂ 0 ആയപ്പോൾ e raised to 0 1 ആയി പോയി. sigma n is equal to 0 to 11 x of n. x of n അവർ തന്നിട്ടുണ്ടല്ലോ എല്ലാം. സോ ആ എല്ലാ സാമ്പിൾസിനെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി? x of 0 24. ഇനി അടുത്ത സെക്കൻഡ് പാർട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സിഗ്മ k is equal to 0 to 11 x of k. ഇത് ഏത് ഇക്വേഷൻ ആണ്? DFTയുടെ ഇക്വേഷൻ ആണോ IDFTയുടെ ഇക്വേഷൻ ആണോ? DFTയുടെ ഇക്വേഷൻ ആണെങ്കിൽ എങ്ങനെ വന്നിരുന്നേനെ? സിഗ്മ n is equal to 0 to n minus 1 x of n എന്ന് പറഞ്ഞു വന്നേനെ. IDFTയുടെ ഇക്വേഷനിലാണ് എങ്ങനെ വരുന്നത്? സിഗ്മ k is equal to 0 to n minus 1 x of k എന്ന് പറഞ്ഞു വരുന്നത്. സോ IDFTയുടെ ഇക്വേഷൻ എഴുതാം. x of n is equal to 1 by n sigma k is equal to 0 to n minus 1 x of k e raised to plus j 2 pi nk by n. അപ്പൊ ഇവിടെ നമുക്ക്
എന്താ വേണ്ടത്? ഇതാണ്ട് ഇത്രയും മതി. ഇത്രയും ടേം മതിയാവും. സിഗ്മ k is equal to 0 to 11. എന്നിന്റെ വാല്യൂ എന്ത് കൊടുക്കുക? 11 ആൻഡ് എന്നിന്റെ വാല്യൂ 12 കൊടുത്തു. ഇത്രയും മതി. സോ ഈ ടേം ഇവിടെ വീണ്ടും എന്താക്കി മാറ്റണം? നമുക്ക് 1 ആക്കി മാറ്റണം. 1 ആക്കി മാറ്റണമെങ്കിൽ either n 0 ആവണം അല്ലെങ്കിൽ k 0 ആവണം. ഇവിടെ k നെ 0 ആക്കാൻ പറ്റുമോ? കാര്യം x of k ഇതാണ്ട് ഇവിടെ വേണം. അപ്പൊ k നെ 0 ആക്കാൻ പറ്റത്തില്ല. സോ ആരെ 0 ആക്കണം? n നെ 0 ആക്കണം. സോ n നെ 0 ആക്കി. n നെ 0 ആക്കുമ്പോൾ x of 0 is equal to 1 by 12 sigma k is equal to 0 to 11 x of k. n 0 ആകുമ്പോൾ e raised to 0 1. നമുക്കിത് ഇത്രയാണ് വേണ്ടത്. സോ ഇത്ര is equal to sigma k is equal to 0 to 11 x of k is equal to 12 x0. x of 0 എന്താണ്? x of 0 is 1. First sample. So 12 into 1 is equal to 12. And the next property, time reversal. This property states that if a sequence is circularly folded, its DFT is also circularly folded. അതായത് നമ്മളുടെ സീക്വൻസ്, നമ്മളുടെ ഇൻപുട്ട് സീക്വൻസ് x of n എടുത്തു. അതിന്റെ DFT ആണ് എന്താണ്? എൻ പോയിന്റ് DFT ആണ് x of k. ഇനി നമ്മളുടെ സീക്വൻസ് x of n നെ സർക്കുലർലി ഫോൾഡ് ചെയ്യാണ്. അതായത് x of minus n മോഡുലോ n കണ്ടുപിടിക്കുന്നു. x of minus n മോഡുലോ n നെ എങ്ങനെ എഴുതാം? x of n minus n എന്നും പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. എന്നിട്ട് അതിന്റെ DFT എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? x of k ന്റെ ഫോൾഡഡ് വേർഷൻ ആയിരിക്കും കിട്ടുക. x of n നെ ഫോൾഡ് ചെയ്ത് DFT എടുത്താൽ x of k യുടെ ഫോൾഡഡ് വേർഷൻ കിട്ടും. സോ x of minus k mod n. x of minus k മോഡുലോ n നെ എങ്ങനെ എഴുതാം? x of n minus k എന്നും എഴുതാം. സോ ഇത് പ്രൂവ് ചെയ്യാം. നമുക്ക് DFT of x of n minus n. സോ x of n minus n ന്റെ DFT എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? x of n minus k എന്ന് പറഞ്ഞ് കിട്ടണം. സോ നോക്കാം. DFT of x of n minus n. DFT ഇക്വേഷൻ എന്താണ്? n is equal to 0 to n minus 1. x of n. ഇവിടെ ഇൻപുട്ട് എന്താണ്? x of n ന് പകരം എന്താണ്? ഫോൾഡഡ് വേർഷൻ ആണ്. x of n minus n ആണ്. e raised to minus j 2 pi n k by n. ഇവിടെ n minus n ന് പകരം ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്? വേറൊരു വേരിയബിൾ m എന്ന് പറഞ്ഞ വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ n എന്ന് പറഞ്ഞ വേരിയബിളിന് വരെ ഇപ്പൊ ഇനി എന്ത് വരും? m വരും. So n is equal to 0 to n minus 1 ന് വരെ m is equal to 0 to n minus 1. x of n minus n ന് വരെ m e raised to minus j 2 pi n. n ന് വരെ എന്ത് ചെയ്യാം? n ന് വരെ ഇവിടെ എന്ത് എഴുതാൻ പറ്റും? n minus m എഴുതാൻ പറ്റും. ഇതിന്ന് n minus m. So n ന് വരെ n minus m into k by n. ഇനി ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? x of m e raised to minus j 2 pi n k by n. e raised to minus j 2 pi n k by n. So n ഉം n ക്യാൻസൽ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? e raised to minus j 2 pi k എന്ന് പറഞ്ഞു കിട്ടും. e raised to minus j 2 pi into an integer എന്താണ്? 1 ആണ്. സോ ആ ടേം 1 ആയിപ്പോയി. പിന്നെ എന്ത് ടേമാ ഉള്ളത്? e raised to minus j 2 pi minus m k by n. So minus ഉം പ്ലസ്. അപ്പോൾ e raised to plus j 2 pi m k by n. സോ ഇങ്ങനെ കിട്ടി. e raised to plus j 2 pi m k by n നെ ഞാൻ എങ്ങനെ എഴുതി? e raised to minus j 2 pi m n minus k by n എന്ന് പറഞ്ഞ് എഴുതി. ഇത് കറക്റ്റ് ആണോ നോക്കിക്കേ. ഫസ്റ്റ് ടേം നോക്കുക. e raised to minus j 2 pi m n by n ആണല്ലോ ഫസ്റ്റ് ടേം. n ഉം n ക്യാൻസൽ ആയി. പിന്നെ എന്താ ഉള്ളത്? e raised to minus j 2 pi m. e raised to minus j 2 pi into an integer m. സോ ഈ ടേം ഏതായി പോവും? 1 ആയി പോവും. സോ ആ ടേം 1 ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്താ ഉള്ളത്? e raised to മൈനസും പ്ലസ്. e raised to മൈനസും പ്ലസ് ആയപ്പോൾ e raised to plus j 2 pi m k by n. സോ മുകളിലത്തുള്ള ടേം. സോ ഇപ്പൊ ഇത് രണ്ടും എന്താന്ന് പറയാം? ഈക്വൽ ആന്ന് പറയാം. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ എക്സ് ഓഫ് DFT ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ DFT ഇക്വേഷൻ എന്തായിരുന്നു? n is equal to 0 to n minus 1. ഇവിടെ n ന് പകരം വേറൊരു വേരിയബിൾ നെയിം എന്നുള്ളതേ ഉള്ളൂ. m is equal to 0 to n minus 1. x of n ന് പകരം ഇവിടെ x of m e raised to minus j 2 pi n. n ന് പകരം ഇവിടെ m k by n എന്നായിരുന്നു. x of k ആണെങ്കിൽ k by n. പക്ഷെ ഇവിടെ k ക്ക് പകരം എന്താണ്? n minus k. k ആയിരുന്നെങ്കിൽ x of k. n minus k ആയതുകൊണ്ട് x of n minus k. സോ എന്ത് കിട്ടി? x of n minus k. സോ എന്ത് പ്രൂവ് ചെയ്തു? x of n minus n ന്റെ DFT എന്താന്ന് പ്രൂവ് ചെയ്തു? x of n minus k ആന്ന് പ്രൂവ് ചെയ്തു. ദാറ്റ് മീൻസ് സീക്വൻസിനെ നമ്മൾ സർക്കുലർലി ഫോൾഡ് ചെയ്താൽ അതിന്റെ DFTയും എന്താവും? സർക്കുലർലി ഫോൾഡഡ് ആവും. The next is circular time shift. Time shift എന്ന് പറയുമ്പോൾ time domain shift വരുന്നു. So this property states that shifting the sequence in time domain by L samples. നമ്മുടെ sequence x of n എന്ന് പറയുമ്പോൾ ഏത് ഡൊമൈൻ? ടൈം ഡൊമൈൻ. ടൈം ഡൊമൈനിൽ എത്ര സാമ്പിൾസ് ഷിഫ്റ്റ് ചെയ്യുന്നു? L സാമ്പിൾസ് ഷിഫ്റ്റ് ചെയ്യുന്നു. എങ്കിൽ അതിന്റെ DFT എന്ന് പറയുമ്പോൾ x of k. അത് ഏത് ഡൊമൈനിലാണ്? ഫ്രീക്വൻസി ഡൊമൈനിൽ.
X of k ലും ചേഞ്ച് വരും. X of k യുടെ കൂടെ ഏത് ടേം മൾട്ടിപ്ലൈഡ് ആയിട്ട് വരും? wn റൈസ് ടു lk അല്ലെങ്കിൽ e റൈസ് ടു മൈനസ് j 2pi lk by n എന്ന് പറയുന്ന ടേം എന്തായിട്ട് വരും? മൾട്ടിപ്ലൈഡ് ആയിട്ട് വരും. e റൈസ് ടു മൈനസ് j 2pi by n അതിന് പകരം നമുക്ക് എന്ത് എഴുതാം? wn. അപ്പോൾ ബാലൻസ് എന്താ ഉള്ളത്? wn റൈസ് ടു lk ടേം മൾട്ടിപ്ലൈഡ് ആയിട്ട് വരും. ഇപ്പം ഇവിടെ x of n ആണ്. x of n ന്റെ DFT എന്താണ്? x of k. ഷിഫ്റ്റ് ഒന്നുമില്ല. x of n ന്റെ DFT x of k. ഇത് ടൈം ഡൊമെയിൻ, ഇത് ഫ്രീക്വൻസി ഡൊമെയിൻ. ഇനി ടൈം ഡൊമെയിനിൽ L സാമ്പിൾസ് ഷിഫ്റ്റ് ചെയ്യുന്നു. x of n മൈനസ് L. അപ്പോൾ എന്ത് പറ്റുന്നു? ഫ്രീക്വൻസി ഡൊമെയിനിലുള്ള x of k യുടെ കൂടെ ഒരു ടേമും കൂടെ മൾട്ടിപ്ലൈഡ് ആയിട്ട് വരുന്നു. ആ ടേം ഏതാണ്? e റൈസ് ടു മൈനസ് j 2pi lk by n. ഇത് തിരിഞ്ഞു പോരുത്. NL എന്നൊന്നും ആവരുത്. 2pi n lk by n. ടൈം ഡൊമെയിൻ n മൈനസ് L ടൈം ഡൊമെയിനിലാണ് ഷിഫ്റ്റ് ചെയ്തത്. അപ്പൊ n-ന് പകരം ഇവിടെ എന്തുകൊണ്ട് റീപ്ലേസ് ആവുന്നു എന്ന് ഓർത്താൽ മതി? L കൊണ്ട് റീപ്ലേസ് ആവുന്നു എന്ന് ഓർത്താൽ മതി. k നെ എടുത്ത് റീപ്ലേസ് ചെയ്ത് കളയില്ല. സോ അല്ലെങ്കിൽ എന്ത് എഴുതാം? x of n മൈനസ് L x of k ഏത് ടേം കൊണ്ട് മൾട്ടിപ്ലൈഡ് ആവുന്നു? e റൈസ് ടു മൈനസ് j 2pi by n-ന് വരെ എന്ത് എഴുതാം? wn എന്ന് പറഞ്ഞ് എഴുതാം. സോ wn റൈസ് ടു lk. ഇനി അടുത്തതിന്റെ പ്രൂഫ് ആണ്. പ്രൂഫ് തിരിച്ചാണ് പോകുന്നത്. അതായത് x of k wn റൈസ് ടു lk ന്റെ IDFT എടുത്താൽ ഇതാണ്ട് ഈ ടേം കിട്ടുന്ന രീതിയിൽ പ്രൂഫ് തിരിച്ചാണ് ചെയ്യുന്നത്. So IDFT ഇക്വേഷൻ എന്താണ്? x of n is equal to IDFT of x of k. x of k യുടെ IDFT എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? x of n കിട്ടും. അതിന്റെ ഇക്വേഷൻ എന്താണ്? 1 by n sigma k is equal to 0 to n minus 1 x of k wn raised to minus nk. IDFT യുടെ ഇക്വേഷൻ ട്വിഡൽ ഫാക്ടറിന്റെ ടേംസിലുള്ള ഇക്വേഷൻ ആണ്. എങ്കിൽ x of k യുടെ IDFT ഇക്വേഷൻ ആണ് ഇത്. എങ്കിൽ IDFT of x of k into wn raised to lk. ഇതാണ് ഇതിന്റെ IDFT. x of k into wn raised to lk is equal to 1 by n sigma k is equal to 0 to n minus 1. ഇവിടെ x of k ആയിരുന്നപ്പോൾ x of k എന്ന് എഴുതി. ഇനി ഇതിന്റെ IDFT ആകുമ്പോൾ x of k ക്ക് വരെ എന്ത് എഴുതണം? x of k wn raised to lk. ബാക്കി ഇക്വേഷൻ അതുപോലെ wn raised to minus nk. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് കമ്പൈൻ ചെയ്ത് എഴുതിയേക്കാണ്. wn raised to minus n പുറത്തെടുത്തു. അല്ല മൈനസ് n അല്ല, മൈനസ് പുറത്തെടുത്തു. മൈനസ് ഇവിടുന്ന് പുറത്തെടുക്കുമ്പോൾ മൈനസും കെയും പുറത്തെടുത്തു. രണ്ടിലും k ഉണ്ട്. സോ k പുറത്തെടുത്തു, മൈനസും പുറത്തെടുത്തു. ഇവിടുന്ന് മൈനസ് പോകുമ്പോൾ പ്ലസ് n, ഇവിടുന്ന് മൈനസ് പോകുമ്പോൾ മൈനസ് l. അപ്പൊ രണ്ട് ടേമും കൂടെ കമ്പൈൻ ചെയ്ത് എന്ത് കിട്ടി? wn raised to minus n minus l into k. ഇനി നിങ്ങൾ ഇതാണ്ട് ഈ ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്യാം. ഇവിടെ 1 by n സെയിം, സിഗ്മ k is equal to 0 to n minus 1 സെയിം, x of k സെയിം. ഇവിടെ എന്താണ്? wn raised to minus nk. ഇവിടെ എന്താണ്? wn raised to minus n minus l into k. ഇവിടെ n, ഇവിടെ എന്താണ്? n minus l. ഇവിടെ n ആയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x of n. അപ്പോൾ n minus l ആവുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? x of n minus l. ഇവിടെ n ആയപ്പോൾ x of n, n minus l ആവുമ്പോൾ x of n minus l. അപ്പോൾ എന്ത് കിട്ടി? x of k wn raised to lk യുടെ IDFT എന്താന്ന് കിട്ടി? x of n minus l. The next property circularly frequency shift. ഇത് പ്രോപ്പർട്ടീസ് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ആയിട്ട് എടുത്ത് ചോദിക്കാം, ഏതെങ്കിലും രണ്ടോ മൂന്നോ പ്രോപ്പർട്ടീസ് ആയിട്ട് എഴുതാനും ചോദിക്കാം. സോ സർക്കുലർലി ഫ്രീക്വൻസി ഷിഫ്റ്റ് ഈ പ്രോപ്പർട്ടിയിൽ വെച്ചിട്ട് ദിസ് പ്രോപ്പർട്ടി സ്റ്റേറ്റ്സ് ആറ്റ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സീക്വൻസ് x of n by e raised to plus or minus j 2pi nl by n is equivalent to circular shift of DFT in frequency domain by L samples. നമ്മൾ നേരത്തെ എവിടെയായിരുന്നു ഷിഫ്റ്റ്? ടൈം ഡൊമെയിനിലായിരുന്നു ഷിഫ്റ്റ് വന്നത്, x of n minus l. ഇനി ഇവിടെ ഷിഫ്റ്റ് വരാൻ പോകുന്ന എവിടെയാണ്? ഫ്രീക്വൻസി ഡൊമെയിനിൽ ഷിഫ്റ്റ് വരുന്നു. x of k minus l. അവിടെ x of n minus l, ഇവിടെ എന്താണ്? x of k minus l. അപ്പൊ ഇവിടെയും ഇതുപോലെ തന്നെ നേരത്തെ ടൈം ഡൊമെയിനിൽ ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഫ്രീക്വൻസി ഡൊമെയിനിൽ ഒരു ടേം മൾട്ടിപ്ലൈഡ് ആയിട്ട് വന്നു. ഇവിടെ എന്ത് ചെയ്യും? ടൈം ഡൊമെയിനിൽ ഒരു ടേം മൾട്ടിപ്ലൈഡ് ആയിട്ട് വരുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസി ഡൊമെയിനിൽ എന്ത് വരുന്നു? ഷിഫ്റ്റ് വരുന്നു. അപ്പൊ x of n ന്റെ കൂടെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ടേം ഏതാണ്? e raised to plus j 2pi nl by n. ഇവിടെ നോക്കിയാൽ മതി, ഫ്രീക്വൻസി ഡൊമെയിൻ കെക്ക് പകരം എൽ കൊണ്ട് റീപ്ലേസ് ചെയ്തേക്കുന്നു. സോ e raised to plus j 2pi nl by n. അപ്പൊ എന്ത് ചെയ്യുന്നു? എൽ സാമ്പിൾസ് എവിടെ ഷിഫ്റ്റ് ചെയ്യും? ഫ്രീക്വൻസി ഡൊമെയിനിൽ ഷിഫ്റ്റ് ചെയ്യും. x of k ക്ക് പകരം എന്താവും? x of k minus l മോഡുലോ n. അല്ലെങ്കിൽ x of n ന്റെ കൂടെ e raised to plus j ക്ക് പകരം e raised to minus j ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്ത് വരും? സിഗ്നലിന് എന്ത് ചെയ്യും? ഡിലേ അല്ല, അവിടെ അഡ്വാൻസ് ചെയ്യും. x of k plus l മോഡുലോ n ആയിട്ട് മാറും. നമുക്ക് പ്രൂഫ് നോക്കാം. DFT of ഇത്
ഇതിന്റെ DFT എന്ന് പറയുന്നത് x of k plus l, ഇതിന്റെ DFT x of n is equal to e raised to plus j. ഇതിന്റെ DFT x of k minus l കിട്ടുന്നു എന്ന് നോക്കാം. So DFT of x of n e raised to plus j 2 pi n l by n is equal to sigma n is equal to 0 to n minus 1. ഇവിടെ ഇൻപുട്ട് ഏതാണ്? x of n അല്ല, ഇൻപുട്ട് ഇത് ഇത്രയുണ്ട്. So x of n e raised to plus j 2 pi n l by n e raised to minus j 2 pi n k by n. ഈ രണ്ട് ടേമും കൂടെ ഒരുമിച്ച് എഴുതാണ്. ഇതിന് കോമൺ ആയിട്ട് എന്തൊക്കെ എടുക്കുന്നു? n ഉണ്ട്, divided by n കോമൺ ആയിട്ടുണ്ട്. ഇവിടെ e raised to minus j 2 pi n പുറത്തെടുക്കുന്നു, രണ്ടിലും ഉണ്ട്. സോ e raised to minus j 2 pi n ഇവിടുന്ന് എടുത്തു കഴിയുമ്പോൾ പിന്നെ എന്താ ഇവിടെ ഉള്ളത്? k ഉണ്ട്. k ഇവിടുന്ന് e raised to minus j 2 pi n എടുത്തു കഴിയുമ്പോൾ ഇവിടെ എന്ത് വരും? മൈനസ് l വരും. ഡിവൈഡഡ് ബൈ n കോമൺ ആയിട്ട് എടുത്തു, പിന്നെ കോമൺ ആയിട്ട് എടുത്തത് e raised to minus j 2 pi n ആണ്. പിന്നെ ഇതിൽ ബാലൻസ് ഉള്ളത് k. ഇതിൽ e raised to minus j 2 pi n എടുത്തു കഴിയുമ്പോൾ ബാലൻസ് ഉള്ളത് l. അപ്പൊ എന്ത് കിട്ടി? e raised to minus j 2 pi n minus k into k minus l by n. സാധാരണ DFT ഇക്വേഷൻ എന്താണ്? n is equal to 0 to n minus 1 x of n e raised to minus j 2 pi n k by n. k by n ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതിയേനെ? x of k എന്ന് പറഞ്ഞ് എഴുതിയേനെ. ഇവിടെ k ക്ക് പകരം എന്താണ്? k minus l. അപ്പൊ x of k ക്ക് പകരം എന്ത് എഴുതണം? x of k minus l. So x of n e raised to minus j 2 pi n k by n ആണെങ്കിൽ x of k, k ക്ക് പകരം k minus l. അപ്പൊ x of k ക്ക് പകരം x of k minus l. അടുത്ത നെക്സ്റ്റ് കോംപ്ലക്സ് കോൺജുഗേറ്റ് പ്രോപ്പർട്ടി. കോംപ്ലക്സ് കോൺജുഗേറ്റ് പ്രോപ്പർട്ടി, if DFT of x of n is equal to x of k, then DFT of x conjugate of n is equal to x conjugate of n minus k അല്ലെങ്കിൽ x conjugate of minus k modulo n. എന്നുവെച്ചാൽ നമ്മൾ x of n ആണ്, അതിന്റെ DFT എന്താണ്? x of k ആണ്. ഇനി x of n എന്ത് ചെയ്യുന്നു? കോൺജുഗേറ്റ് എടുക്കുന്നു. x of n ന്റെ കോൺജുഗേറ്റ് എടുത്തു എങ്കിൽ അതിന്റെ DFTക്ക് എന്തൊക്കെ പറ്റും? DFTയുടെയും എന്ത് വരും? കോൺജുഗേറ്റും വരും, അതിന് എന്തും വരും? ഫോൾഡഡ് ആവുകയും ചെയ്യും. x of k എന്തായിട്ട് മാറുന്നു? x കോൺജുഗേറ്റ് ഓഫ് k ആവുന്നു. അത് കൂടാണ്ട് അത് എന്തും ആവുന്നുണ്ട്? ഫോൾഡഡും ആവുന്നുണ്ട്, സർക്കുലർലി ഫോൾഡഡ് ആവുന്നുണ്ട്. x കോൺജുഗേറ്റ് ഓഫ് മൈനസ് k ആവുന്നുണ്ട്. x കോൺജുഗേറ്റ് ഓഫ് മൈനസ് k മോഡുലോ n എങ്ങനെ എഴുതാം? x കോൺജുഗേറ്റ് ഓഫ് n മൈനസ് k എന്ന് എഴുതാം. സോ x of n ന്റെ കോൺജുഗേറ്റ് എടുത്താൽ x of k യുടെ കോൺജുഗേറ്റും വരും, സർക്കുലർലി ഫോൾഡഡ് ആവുകയും ചെയ്യും. ഇനി എന്റെ പ്രൂഫ് നോക്കാം. DFT of x conjugate of n sigma n is equal to 0 to n minus 1. ഇവിടെ ഇൻപുട്ട് എന്താണ്? x conjugate of n e raised to minus j 2 pi n k by n. ഇതിൽ നിന്ന് ഒരുമിച്ച് കോൺജുഗേറ്റ് പുറത്തെടുക്കണമെങ്കിൽ sigma n is equal to 0 to n minus 1 x of n e raised to minus j ഒരുമിച്ച് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് e raised to minus j എന്താവും? e raised to plus j. കാര്യം ഇതിന്റെ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും? e raised to minus j തന്നെ കിട്ടും. ഇങ്ങനെ എഴുതി. ഇനി ഇവിടെ ഉള്ള ഈ ടേം e raised to plus j 2 pi n k by n എന്ന് പറയുന്ന ടേമിനെ ഞാൻ ഇങ്ങനെ എഴുതിയാണ്, e raised to minus j 2 pi n into n minus k by n എന്ന് പറഞ്ഞ് എഴുതി. ഇത് രണ്ടും ഈക്വലന്റ് ആണോ എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. e raised to minus j 2 pi n into n by n. സോ ആദ്യത്തെ ടേം n n ക്യാൻസൽ ആയ പിന്നെ എന്താ ഉള്ളത്? e raised to minus j 2 pi n. അത് ആ വാല്യൂ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. സോ കുഴപ്പമില്ല, ആ വാല്യൂ 1 ആയിപ്പോയി. പിന്നെ അടുത്ത വാല്യൂ എന്താണ്? e raised to minus j minus k, മൈനസ് മൈനസും പ്ലസ്. സോ e raised to plus j 2 pi n k by n. അതല്ലേ ഇവിടെ ഉള്ളത്. സോ ഇതും എന്ത് തന്നെയാണ്? ഈക്വൽ തന്നെയാണ്. ഇനി ഇവിടെ നമുക്ക് നോക്കി അറിയാം, സിഗ്മ n is equal to 0 to n minus 1 x of n e raised to minus j 2 pi n k by n ആയിരുന്നെങ്കിൽ എന്തായിരുന്നു ഇക്വേഷൻ? x of k. ഇത് x of k യുടെ ഇക്വേഷൻ ആണ്. ഇത് എന്തായിരുന്നെങ്കിൽ ഇവിടെ k by n ആണെങ്കിൽ, ഇവിടെ പക്ഷേ k by n ന് പകരം എന്താണ്? e raised to minus j 2 pi n, k by n ന് പകരം n minus k by n. k by n ആണെങ്കിൽ x of k, n minus k by n ആണെങ്കിൽ എന്ത് വരും? x of n minus k. അപ്പോൾ ഇത് ഇത്ര എന്താണ്? x of n minus k ആണ്. പിന്നെ ഇവിടെ ഒരു കോൺജുഗേറ്റും കൂടെ ഉണ്ട്. സോ x conjugate of n minus k. അപ്പോൾ DFT of x conjugate of n എന്തെന്ന് പ്രൂവ് ചെയ്തു? x conjugate of n minus k.